ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്ട്രിക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിന്റെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് CBSEക്ക്. വളരെ ഒരു 5-6 വർഷം അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? Prove that 1 plus tan square A divided by 1 plus cot square A is equal to 1 minus tan A divided by 1 minus cot A the whole square is equal to tan square A. അപ്പം ഈ രണ്ട് ഇതും നമ്മൾ ടാൻ സ്ക്വയർ എ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എടുക്കാം. 1 plus tan square A 1 plus tan square A divided by 1 plus cot square A. ഈ നമുക്കറിയാം ഈ 1 plus tan square A എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. 1 plus tan square A is equal to C square A. 1 plus tan square A is equal to എന്താണ്? C square A. ഈ ഐഡന്റിറ്റി ഓർത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ ഐഡന്റിറ്റി പഠിച്ചു വെക്കണമെന്നുള്ളത്. അപ്പം ഇത് 1 plus tan square A is C square A. അതുകൊണ്ടൊക്കെ നമ്മൾ വേറൊരു ഐഡന്റിറ്റിയും പഠിച്ചു. 1 plus cot square A is equal to cosec square A. നമുക്ക് ട്രിഗണോമെട്രിയിലെ ഐഡന്റിറ്റീസ് ഒക്കെ ഒന്ന് ബൈഹാർട്ട് ആക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എളുപ്പം ഈസിയിൽ കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 1 plus tan square A 1 plus tan square A എന്ന് പറഞ്ഞാൽ എന്താണ്? C square A അല്ലേ? C square A. പിന്നെ 1 plus cot square A എന്താണ്? cosec square A. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം 1 plus C square A നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം. 1 plus sec എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണം. sec എന്ന് പറഞ്ഞാൽ എന്താണ്? sec കോസിന്റെ റെസിപ്രോക്കൽ ആണ്. sec theta is equal to 1 by cos theta. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നേ. അപ്പം sec എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by cos A. അപ്പൊ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം 1 by cos A അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് cos square A എന്ന് എഴുതാം. 1 by cos square A. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി ഡിവൈഡഡ് ബൈ cosec square theta എന്താണ്? cosec square theta is equal to cosec square theta നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? 1 by sin theta അല്ലേ? cosec theta എന്ന് പറഞ്ഞാൽ 1 by sin theta. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ cosec square theta എന്ന് പറയും. cosec square A എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്? 1 by sin square A. ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇനി? 1 by cos square A. ഈ 1 by sin square A നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. sin square A എന്ന് വരും. sin square A divided by 1 sin square A എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്ന എന്തുവാണ്? ന്യൂമിനേറ്ററിലെ sin square Aയും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ cos square Aയും. ഇതെന്താണ്? sin A divided by cos A എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. sin A divided by cos A. sin A divided by cos A എന്ന് പറഞ്ഞാൽ എന്താണ്? tan A ആണ് അല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പൊ sin square A divided by cos square A എന്താണ്? tan square A. നമുക്ക് ഇത് വൺ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 1 minus tan A the 1 minus cot A the whole square. ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം. 1 minus tan A divided by 1 minus cot A the whole square ആണ് പറഞ്ഞിരിക്കുന്നത്. ഹോൾ സ്ക്വയർ നോക്കിക്കേ. 1 minus tan A നമുക്ക് അതുപോലെ തന്നെ എഴുതാം അല്ലേ? 1 minus tan A അതുപോലെ തന്നെ എഴുതാം. നമ്മൾ ശ്രദ്ധിച്ചോണം, ഇതിവിടെ ടാൻ സ്ക്വയർ തന്നു, ഇത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 1 minus tan square എന്നല്ല, 1 minus tan A divided by 1 minus cot A ബ്രാക്കറ്റിനുള്ളിലാണ്, അത് ഹോൾ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. 1 minus tan A divided by 1 minus cot A നമുക്ക് ടാനിന്റെ ഇതിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 by tan A എന്ന് വരും. അപ്പൊ നമ്മൾ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് cot theta എന്ന് പറഞ്ഞാൽ 1 by tan theta ആണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. cot theta is equal to 1 by tan theta ആണ്. അപ്പൊ അതുപോലെ തന്നെ 1 minus cot A എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus 1 by tan A സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി നോക്കാം. 1 minus tan A അതുപോലെ തന്നെ എഴുതി ഡിവൈഡ് ബൈ
ഇതിന് നോക്കിക്കേ, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതാണല്ലോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. വൺ ഇൻറ്റു ടാൻ തീറ്റ ടാൻ എ മൈനസ് 1 ഇൻറ്റു 1 1 ഡിവൈഡ് ബൈ ടാൻ എ ഇൻറ്റു 1 ടാൻ എ. നമുക്ക് കിട്ടിയല്ലോ അല്ലേ? ഇത് ബ്രാക്കറ്റിനുള്ളിൽ തന്നെയാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്, അതിന് സ്ക്വയർ ഉണ്ട്. സ്ക്വയർ ഇടാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പൊ 1 മൈനസ് ടാൻ എ ഡിവൈഡ് ബൈ ടാൻ എ മൈനസ് 1. പിന്നെന്താണ്, നമുക്ക് റെസിപ്രോക്കൽ, അതായത് ഈ ടാനെ മൈനസ് 1 ഡിവൈഡ് ബൈ ടാനയുടെ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ മേളിൽ ടാനെ വരും അല്ലേ? ടാനെ വരും ഇൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് 1 മൈനസ് ടാനെ ഡിവൈഡ് ബൈ ടാനെ മൈനസ് 1 ഇൻറ്റു ടാനെ. ഇതിനെ നമുക്ക് 1 മൈനസ് ടാനെ ഡിവൈഡ് ബൈ നമുക്ക് ടാനെ മൈനസ് 1. ടാനെ മൈനസ് 1 നമുക്ക് ഈ ഫോമിലേക്ക് ആക്കി എടുക്കാം. എങ്ങനെ എടുക്കാം? നമുക്ക് മൈനസ് 1 മൈനസ് ടാനെ അല്ലേ? നോക്കിക്കാൻ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണേ നോക്കാം. -1 ആ, -1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടാനെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇൻറ്റു ടാനെ എന്താണ്? ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് കാണാം, അതായത് 1 മൈനസ് ടാനെയും ഈ 1 മൈനസ് ടാനെയും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? നമുക്ക് ഇവിടെ ബാക്കി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ടാനെ ദ ഹോൾ സ്ക്വയർ. അപ്പൊ മൈനസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. അതുപോലെ എഴുതുക, ടാനയുടെ സ്ക്വയർ ടാൻ സ്ക്വയർ എ. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ എന്താണ്? LHS is equal to RHS. Hence proved. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഈ സിംപ്ലിഫിക്കേഷൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 മൈനസ് ടാനെ സ്ക്വയർ ശ്രദ്ധിച്ചോണ്ട്, അതിനൊക്കെ തന്നെ ടാനെ മൈനസ് 1 ഡിവൈഡ് ബൈ ടാനെ. ആ ടാനെ എന്ന് പറഞ്ഞ റെസിപ്രോക്കലിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ടാനെ മേളിലേക്ക് പോകുന്നു. പിന്നെ ഈ ഫോമിലേക്ക് ഇനി ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈനസ് ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടാനെ ഇൻറ്റു ടാനെ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ടാനെ 1 മൈനസ് ടാനെയും 1 മൈനസ് ടാനെയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇവിടെ എന്ത് കിടപ്പുണ്ട്? മൈനസ് കിടപ്പുണ്ട്. ഇവിടെ ടാനെയും കിടപ്പുണ്ട്. മൈനസ് ടാനെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ. therefore എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ എ divided by 1 minus cot A, the whole square is equal to tan square A. നമുക്ക് കിട്ടി. ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് tan square A കിട്ടി, ഇപ്പോൾ നമുക്ക് tan square A കിട്ടി. therefore LHS is equal to RHS. Hence proved. ഓക്കെ, പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.